ഒരൊറ്റ ബുള്ളറ്റിൽ ഇവന്മാരെല്ലാം തീർക്കാൻ എനിക്ക് കൊതിയാകുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതായത് അയത്തുള്ള അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിനെത്തിയ മുഴുവൻ ഇറാൻ നേതാക്കളെയും അവിടെ വെച്ച് കിട്ടിയിരിക്കുന്നു. ഒരൊറ്റ ബുള്ളറ്റിൽ അല്ലെങ്കിൽ ഒരൊറ്റ ബോംബിൽ ഇവരെല്ലാം തീർക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ തിരിച്ച് ഡൊണാൾഡ് ട്രംപിനെ കൊല്ലുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എന്നാണ് അയത്തുള്ള അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിൽ ഇവർ എടുത്തിരിക്കുന്ന ശപഥം എന്ന് പറയുന്നത്. ഇറാനിലെ ടെഹ്റാനിലാണ് ഈ ശവസംസ്കാരം നടക്കുന്നത്. 2025 ജൂലൈ 5 ഞായറാഴ്ച ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിനിടെ ടെഹ്റാനിലെ തെരുവുകളിലെ അന്തരീക്ഷം അങ്ങേയറ്റം ചൂടുപിടിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വേദിയിലെ ചുമതല വഹിച്ചിരുന്ന സംഘാടകർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊല്ലാൻ നേരിട്ട് അഭ്യർത്ഥിച്ചു. ഖമേനിയുടെ മരണശേഷം ഒരു ഔദ്യോഗിക വേദിയിൽ നിന്ന് ട്രംപിന്റെ മരണത്തിന് നേരിട്ട് ആഹ്വാനം ചെയ്യുന്നത് ഇതാദ്യമാണെന്ന് റിപ്പോർട്ട് പറയുന്നു. ഈ വാദം അല്ലെങ്കിൽ ഈ മുദ്രാവാക്യം പ്രതിധ്വനിച്ച ഉടനെ തന്നെ അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ നിന്ന് 1000 പേർ ഈ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന രീതിയും ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഞായറാഴ്ച ടെഹ്റാനിൽ ഖമേനിയുടെ വമ്പിച്ച വിലാപ റാലിക്കിടെ മുഴുവൻ സംഭവവും ഉണ്ടായി. ഈ വർഷം ഫെബ്രുവരി 28 US ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ 86-കാരനായിട്ടുള്ള ഖമേനി കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇറാൻ യുദ്ധം ആരംഭിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഈ ഖമേനിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മുജ്തബ ഖമേനി എത്താത്തത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അത് മുജ്തബ ഖമേനിക്ക് നേരെയല്ല വിമർശനം ഉണ്ടാകുന്നത്, അമേരിക്കയ്ക്ക് നേരെയാണ് വിമർശനം ഉണ്ടാകുന്നത്. എന്തായാലും മുജ്തബ ഖമേനിയെയും കൊലപ്പെടുത്താനായി ഇസ്രായേൽ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നുള്ള ആ പദ്ധതിക്ക് പിന്നാലെയാണ് മുജ്തബ ഖമേനി സ്വന്തം പിതാവിന്റെ ആ ഒരു കർമ്മത്തിന് എത്താത്തത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം മുജ്തബ ഖമേനി ഇപ്പോൾ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യവും ബാക്കിയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.